ഈ സവർക്കറെ വിമർശിച്ചതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കണക്കിന് കിട്ടിയെന്നാണ് കേട്ടത്. അതുമാത്രമല്ല, ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രകീർത്തിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ഗാന്ധിജിയൊക്കെ ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതിയിട്ട് ലാസ്റ്റ് വെക്കുന്നത് എന്ന് വിനീത വിധേയൻ എന്ന രീതിയിലാണ്, എന്ന് നിങ്ങളുടെ വിനീത വിധേയൻ എന്ന രീതിയിലാണ് വയ്ക്കാറുള്ളത്. അത്തരത്തിൽ നെഹ്റുവിനെ പരിശോധിച്ചാലും ഇന്ദിരാഗാന്ധിയൊക്കെ പരിശോധിച്ചാലും ഇത്തരത്തിൽ സവർക്കറെ അവർ പ്രകീർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി സവർക്കറെ വിമർശിച്ചിരിക്കുകയാണ്. അതിനെയാണ് സുപ്രീം കോടതി താക്കീത് കൊടുത്തിരിക്കുന്നത്. എന്താണ് വിശദാംശം? അതായത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ കോടതിയുടെ മുമ്പിൽ ചെന്ന് നിരന്തരമായി ചീത്ത കേൾക്കുക എന്നുള്ളത്, വഴക്ക് കേൾക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഒരു ശീലമാണ്. മുൻപ് ഗാന്ധിയെ വധിച്ചത് RSSകാരാണെന്ന് പറഞ്ഞ അവസാനം കോടതി ചെവിക്ക് പിടിച്ചു കൊണ്ട് നിർത്തിയിട്ട് ഇത്തരം പോക്കൃത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിടുമെന്നുള്ള ഭീഷണി വരെ മുഴക്കിയപ്പോഴാണ് രാഹുൽ ഗാന്ധി മാപ്പും പറഞ്ഞ് മിണ്ടായിരുന്നത്. മാപ്പ് പറഞ്ഞു, രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് മാപ്പ് പറയുന്ന ഒരു ശീലവുമാണ്. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ചെന്നിരുന്നിട്ട് VD സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നുവെന്നും ബ്രിട്ടീഷുകാർക്ക് വിടുതൽ ചെയ്ത ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഉടനെ അങ്ങ് കൊട്ടിഘോഷിച്ച് പ്രസ് റിലീസ് വരെ ഇറക്കി. അതിൻ്റെ അകത്ത് വീര സവർക്കറെ അപമാനിച്ചു. ഇത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VD സവർക്കറിന് സംഘപരിവാറുമായിട്ടുള്ള ബന്ധങ്ങളെ കൊണ്ടാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്, വലിയ തെറ്റാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി പുസ്തകം വായിക്കാറില്ല, പുസ്തകത്തിൻ്റെ ABCD അറിയില്ല, ഒരു കാര്യങ്ങളും വ്യക്തതയോടുകൂടിയല്ല സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട്, പലരും കളിയാക്കാറുമുണ്ട്. രാഹുൽ ഗാന്ധി ഒരു വിവരവും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതിന് ആൾക്കാർ ട്രോളാറുമുണ്ട്. അതായത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയും. യാതൊരു ബന്ധമില്ല എന്ത് പറയുന്നു, അതിൻ്റെ കണക്ക് കൂട്ടി 2 സംഖ്യ കൂട്ടിയിട്ട് അതിൻ്റെ തെറ്റായ ഉത്തരം കൊടുക്കും. അപ്പോൾ ഒരിക്കൽ ഒരു ഇന്ത്യ അലയൻസിനെ പറ്റി, ഇന്ത്യ അലയൻസ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പോൾ ഇന്ത്യയുടെ അവസാനത്തെ എന്താ? അത് അലയൻസ്. അപ്പോൾ അതിനെ ഇന്ത്യ അലയൻസ് എന്നല്ലേ വിളിക്കേണ്ടത്? അല്ല, അത് BJP വിളിക്കുന്നതാണ്. ഞങ്ങൾ അതിനെ ഇന്ത്യ അലയൻസ്. അപ്പോൾ അലയൻസ് എന്തിനെ? അതിനെ ഇന്ത്യ അലയൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് മാത്രം പറയാം. അപ്പോൾ രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാരുടെ ട്രോളിനും പപ്പുമോനെന്ന് പറയുന്ന വിളിപ്പേരിനുമൊക്കെ നിരന്തരമായി അങ്ങനെ വിളിക്കുന്ന സാധ്യതയാണ് രംഗത്ത് വന്നിട്ട്. ആദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം, K മുരളീധരനൊക്കെ ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ ഉള്ള പേര്. പക്ഷേ പിന്നീട് അദ്ദേഹം വളരെ വർഷങ്ങൾ കൊണ്ട് അതെല്ലാം മാറ്റി കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട, അതായത് അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന സമയത്താണ് കോൺഗ്രസ്സിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായും അതൊക്കെ മാറ്റിയെടുത്തു. പക്ഷേ ഈ രാഹുൽ ഗാന്ധി എന്നും ഇങ്ങനെ ആജീവനാന്ത ഒപ്പമോനായിട്ട് നിൽക്കുകയാണ്. ആജീവനാന്തകാല ഭാവി പ്രധാനമന്ത്രിയായിട്ട്. ആജീവനാന്തകാല ഭാവി പ്രധാനമന്ത്രി ഒരിക്കലും പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല. അതായത് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്കൊരു വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി സ്വയം കാണിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താൻ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, എന്നെ കഴിഞ്ഞ് ഇനിയുള്ളത്. അപ്പോൾ ഈ പറയുന്ന ദേശീയതയോട് വിരോധമുള്ളവരും സംഘപരിവാറിനോട് വിരുദ്ധതയുള്ളവരുമെല്ലാം രാഹുൽ ഗാന്ധി അങ്ങ് എടുത്തുപൊക്കി ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് തന്നെ അറിയാം ഗതികേട് കൊണ്ടാണ് അത് ചെയ്യുന്നത്. വേറെ ആരുമില്ല, എടുത്തു കാണിക്കാൻ വേറൊരു നേതാവില്ല. അവസാനം ഇവർ തന്നെ എടുത്തു പൊക്കുകയും രാഹുൽ ഗാന്ധി തറയിൽ വീഴുകയാണ് ചെയ്യുന്നത് നിരന്തരമായിട്ട്. കാരണം ഇവർക്ക് പോലും താങ്ങി നിർത്താൻ കഴിയില്ല. താങ്ങി നിർത്തുമ്പോഴത്തേക്കും നാണക്കേടാണ് ഉണ്ടാകുന്നത് നിരന്തരമായിട്ട്. വേറെ ആരുമില്ല. ഞാൻ ഒരുപാട് ആൾക്കാരുടെ പല നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ, ഈ പറയുന്ന അന്തം കമ്മികൾ, കൊങ്ങികൾ, ഈ പറയുന്ന സുഡാപ്പികളെല്ലാം ഭയങ്കരമായിട്ട് രാഹുൽ ഗാന്ധി അങ്ങ് പുകഴ്ത്തു. രാഹുൽ ഗാന്ധി വന്നാൽ ഗംഭീരമായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ, രാഹുൽ ഗാന്ധി സ്ഥിരം എടുത്ത് കാണിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അത് വായിച്ചിട്ടുണ്ടോ എന്ന് തമ്പുരാനറിയാം. അതാണ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. ഒരു തരത്തിൽ അതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും ബോധം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. വെറുതെ ഈ പറയുന്ന അർബൻ നെക്സൽസ് ഒക്കെ പറയുന്ന കുറേ ഡയലോഗുകൾ. എന്നാൽ ഇവർ എന്ന് തൊട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു തുടങ്ങിയത് എന്നുള്ളത് വേറൊരു കാര്യം. അർബൻ നെക്സലുകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാറില്ലല്ലോ. കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാലത്തും അംബേദ്കറിനെ തോപ്പിച്ച ആൾക്കാരാണ്. അതായത് ഗാന്ധി വധത്തിൽ ഗാന്ധിജിക്ക് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പങ്കുണ്ട് എന്ന് പറയുന്ന ഈ കോൺഗ്രസ്
ഗാന്ധി വധത്തിൽ ഡയറക്റ്റ് പങ്കെടുത്ത ഹിന്ദു മഹാസഭയെ ഒരിക്കലും നിരോധിച്ചില്ല. പകരം അവരെ സഖ്യകക്ഷിയാക്കി അവരുടെ ഹിന്ദു മഹാസഭയെ ഗാന്ധി വധത്തിൻ്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ആളിനെ പിടിച്ച് രാഷ്ട്രീയ സ്ഥാനങ്ങൾ കൊടുക്കുകയും ഇലക്ഷൻ നടത്തി മത്സരിപ്പിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നേതാവിൻ്റെ മകനാണ് സോമദാസ് ചാറ്റർജി. അയാളാണ് പിന്നീട് CPM വന്ന നേതാവ്. ഒന്ന് ആലോചിച്ച് നോക്കണം, കോൺഗ്രസും CPM-ഉം ഈ പറയുന്ന ഗാന്ധി വധത്തിൽ പങ്കെടുത്ത പാർട്ടിയിലുണ്ടായ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആ രാഷ്ട്രീയ സംഘടനയുടെ നേതാവിനെയും നേതാവിൻ്റെ മകനെയും ചുമന്നവരാണ്. എന്നിട്ടാണ് സംഘപരിവാറിനെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറെ പരാജയപ്പെടുത്താനായിട്ട് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്താനായിട്ട് നിന്ന ആൾക്കാരാണ് കോൺഗ്രസും ഇടതുപക്ഷവും. വേറൊരു കാര്യം നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പരാജയപ്പെടുത്താൻ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അംബേദ്കറെ പിന്തുണയ്ക്കുന്നതും അംബേദ്കറിൻ്റെ പ്രധാന പ്രചാരകനായി ഒപ്പം നിന്നതും RSS പ്രചാരകനായ ഠേങ്ക്ഡേജിയാണ്, ദത്തോപാധ്യായ ഠേങ്ക്ഡേജി. അങ്ങനെ വളരെ മികച്ച ഒരു പിന്തുണ അംബേദ്കറിന് സംഘപരിവാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജനസംഘത്തിൽ നിന്നും RSSൽ നിന്നുമില്ല. എന്നാൽ ഇവരെന്താണ് ചെയ്യുന്നത്? കോൺഗ്രസും CPM എല്ലാ കാലത്തും നമുക്കറിയാം CPM നിന്നിട്ടുണ്ട്. അതന്നെ, അത് CPM ആരുടെ കൂടെ നിൽക്കുമല്ലോ. CPM-ന്റെ പ്രത്യേകത അതാണല്ലോ. CPM അതിൽ ഗാന്ധി വധത്തിൽ പങ്കെടുത്ത ആളുടെ മകനെ അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു. പിന്നീട് ഇവർ ചീറ്റർജി എന്നൊക്കെ വിളിച്ചെങ്കിലും ചീറ്റർജി എന്നാണ് വിളിച്ചത്, കാരണം UPA പിന്തുണച്ചു. അപ്പോൾ ചീറ്റർജി എന്ന് വിളിച്ചെങ്കിൽ അത്രയും നാൾ കൊണ്ടു നടന്നതല്ലേ. ഗാന്ധി വധത്തിൽ പങ്കെടുത്ത പാർട്ടിയുടെ സംഘടനയുടെ നേതാവിൻ്റെ മകനെ ചുമന്നുകൊണ്ട് നടന്ന CPM-ആണ് പറയുന്നത് സംഘപരിവാറിന് ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞതിനാണ് രാഹുൽ ഗാന്ധി പോയി മാപ്പ് പറയേണ്ടി വന്നത്. ഇപ്പം സവർക്കറെ പറഞ്ഞിരിക്കുന്നത്. സവർക്കർ ആരാണെന്ന് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? സവർക്കർ എവിടെയാണ് കഴിഞ്ഞിരുന്നത്? ഇദ്ദേഹം നെഹ്റു എവിടെയാണ് കഴിഞ്ഞിരുന്നത്? നെഹ്റു മുംബൈയിലുള്ള ജയിലിലാണ് കഴിച്ചിരുന്നത്. സവർക്കർ കഴിച്ചിരുന്നത് എവിടെയാണ്? ഏർവാഡ ജയിലിലാണ് നെഹ്റു കഴിയുന്നത്, മുംബൈയിൽ. അത് ഏർവാഡ ജയിലല്ല, ശരിക്കും ഏർവാഡ പാലസാണ്. അവിടെ അന്നത്തെ എല്ലാ പത്രങ്ങളും അവിടെ കിട്ടും. അന്നത്തെ ഇന്ത്യയിലുള്ള മുഴുവൻ പത്രങ്ങളും കിട്ടും. വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാണ് നെഹ്റുവിന് ലഭിച്ചുകൊണ്ടിരുന്നത്, ജയിലിലെ ഭക്ഷണമല്ല. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വേഷമാണ് നെഹ്റു ധരിച്ചിരുന്നത്. ലൈബ്രറി ഉണ്ട്, എഴുതാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും കൂടെയാണ് നെഹ്റുവും ഗാന്ധിയും ജയിലിൽ കഴിഞ്ഞത്. പക്ഷേ സവർക്കർ അങ്ങനെയല്ല. സവർക്കർ കയ്യിലും കാലിലും വിലങ്ങിട്ട് ഈ പറയുന്ന സെല്ലുലാർ ജയിലിൽ ഇരുട്ടറയിലാണ് കിടക്കുന്നത്. അതെ, ഇരുട്ടറയിലാണ് കിടക്കുന്നത്. ഇരുട്ടറയിൽ കിടന്നു കഴിഞ്ഞാൽ എന്തവസ്ഥയാവും മനുഷ്യനെന്നറിയാമോ? സുർജിത്ത് പറഞ്ഞിട്ടുണ്ട്, CPM നേതാവ്. രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ CPM-ന്റെ നേതാക്കളടുത്ത് പോയി ചോദിക്കുന്ന സുർജിത്തിനെ ഇരുട്ടറയിൽ ബ്രിട്ടീഷുകാരിട്ട് കാഴ്ചശക്തി 25% കുറഞ്ഞു. അങ്ങനെ അത്രയും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ വിപ്ലവകാരികൾ മുഴുവൻ ജയിലിൽ കിടന്നത്. ഒരു വിപ്ലവം ചെയ്യാത്ത കോൺഗ്രസ്സുകാർക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങളാണ് സ്വാതന്ത്ര്യ സമരം. എല്ലാവരും അന്ന് കത്തെഴുതുമ്പോഴത്തേക്ക് മാപ്പ് എഴുതി കൊടുത്ത കൂട്ടത്തിൽ നെഹ്റു ഇല്ലേ, സകല നേതാക്കളും ഇല്ലേ, കോൺഗ്രസിലെ എല്ലാ നേതാക്കളും മാപ്പ് എഴുതിയിട്ടുണ്ട്. മാപ്പ് എഴുതാത്ത, ജയിലിൽ കിടന്നിട്ട് മാപ്പ് എഴുതാത്ത ആരുമില്ല. എല്ലാ നേതാക്കളും മാപ്പ് എഴുതി കൊടുത്തിട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. കുംഭമേളയെ കുറിച്ച് മറ്റേ ഇതിന്റെ പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞത് കുംഭമേളയെ വിമർശിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ നെഹ്റുവിന്റെ പുസ്തകത്തിൽ കുംഭമേള പരാമർശിക്കുന്നുണ്ട്. ഗാന്ധിജി കുംഭമേളയിൽ പങ്കെടുത്തതിന് ശേഷമാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത്. അത്തരത്തിൽ കുംഭമേള എന്താണെന്നറിയില്ല, ഇന്ത്യ എന്താണെന്നറിയില്ല. കോൺഗ്രസ്സുകാർക്ക് ഇന്ത്യ വിരോധവും ദേശീയതയോടുള്ള വിരോധവും ഹിന്ദു വിരോധവും BJP വിരോധവും സംഘപരിവാർ വിരോധവും മാത്രമാണുള്ളത്. അതിൽ അന്ധതയിലാണ് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഏത് നശീകരണ ശക്തിയോടൊപ്പം ചേർന്ന് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ വിചാരത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ചെവിക്ക് പിടിക്കേണ്ടി വരുന്നത് നിരന്തരമായിട്ട്. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞിരിക്കുന്ന, അവസാനമായി പറഞ്ഞിരിക്കുകയാണ് സവർക്കറെ പറ്റിയിട്ട്. എന്ന് നിങ്ങളുടെ വിശ്വസ്ത സേവകൻ എന്ന ഗാന്ധിജി തന്നെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ സാധാരണഗതിയിൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് അടക്കമുള്ള ആൾക്കാർ അനുയായികൾക്ക് കത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, യുവർ ആൾവേസ് വെൽ വിഷർ എന്നെഴുതും. ആ എഴുതുന്ന രീതിയും പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. എന്നും നിങ്ങളുടെ അഭ്യുദയകാംക്ഷി. അന്നും പണ്ട് ഇന്ത്യയിലെ ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന സംസ്കാരം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് തന്നെ നീ നശിച്ചു പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതില്ല നമ്മൾ. പ്രിയപ്പെട്ട ഇന്ന ആൾ, പ്രിയപ്പെട്ടവരെ എന്ന് സംബോധന ചെയ്ത് ഇന്ത്യയുടെ സംസ്കാരം അതാണ്. അവസാനം ഗോ ടു ഹെൽ നമ്മൾ എഴുതാറില്ല. നമ്മൾ എഴുതാൻ നിങ്ങൾക്ക് ദൈവം നല്ലത് വരട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു
ഇല്ലെങ്കിൽ ശ്രീരാമജയം, ശ്രീ പത്മനാഭജയം, ഇങ്ങനെയൊക്കെ കത്തുകളിൽ എഴുതുന്നത് ഇന്ത്യക്കാരുടെ ശീലമാണ്. അത് വിശ്വമാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ലക്ഷണമായിട്ടാണ് ഇന്ത്യക്കാർ കാണുന്നത്. യാതൊരു ബോധവുമില്ലാത്ത പപ്പുവന്മാർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണമെന്നില്ല, സവർക്കറെ തിരിച്ചറിയാൻ പ്രാപ്തി ഉണ്ടാകണമെന്നില്ല. അത് സവർക്കർ എന്ന് പറയുന്ന വലിയ വിപ്ലവകാരിയെ മനസ്സിലാക്കാൻ ആഴത്തിലുള്ള വായനയും ദീർഘമായ ദൈക്ഷണിക ബോധവും ഒക്കെ വേണം. അത് ഈ പറയുന്ന പപ്പുവന്മാർക്ക് ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.